കമ്പ്യൂട്ടർ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ആരോ ചോർത്തിരിക്കുന്നു സർ. ഇന്നലെ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം നേരെ ചൊവ്വി അടുക്കി വെച്ചതാ സാർ. പക്ഷെ മേലെയുള്ള പേപ്പർ താഴെ വന്നിരിക്കുന്നു. എവിടെയാണോ ആ സൂസേ? ഗോ! എന്തുവാണ് നായ്ക്കളെയും കൊണ്ട് വന്നിരിക്കുന്നത്? എടാ, ഈ നായ്ക്കളാണ്. ആരാണോ ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിച്ചത് അവനെ മണത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇത് മണത്ത് കണ്ടുപിടിക്കുന്നോ? പിന്നെന്താ, നിന്നെ പോലെ മാടക്കടക്ക് പോയി വീട് വലിക്കുന്നോ? മാങ്ങാത്തലയാ. സൂസൻ, ഈ നായ എന്താ എന്നെ തന്നെ നോക്കുന്നേ? നായെങ്കിലും നിങ്ങളെ നോക്കുന്നുണ്ടെന്ന് സന്തോഷിക്കണം സയൻസ് വാദിയാരെ. വെറുതെ ചോദ്യം ചോദിക്കാതെ. Come on Johnny, let's go and search the theft. Go. എനിക്കെന്തോ ഇത് കണ്ടുപിടിക്കുന്നൊന്നും തോന്നുന്നില്ല കേട്ടോ. മുണ്ടുടുത്തിട്ടുണ്ടല്ലോ, ജട്ടിയിട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണെ കുറച്ച് മാറി ഓടിക്കോ ജോണി, അല്ലെങ്കിൽ ചിലപ്പോ അത് ജോണി ജോണി. സൂസേ, നിന്റെ നായ്ക്ക് കാലത്തോട്ട് നല്ല വിശപ്പാണെന്ന് തോന്നല്ലോ. ബാത്റൂം കണ്ടപ്പോ അതിനൊരു ആർത്തി നോയിക്കോടെ. ഇന്നെന്നെ പിടിച്ച് ജയിലിൽ ഇട്ടാലും ശരി, 3 നായ്ക്കളെ എന്ന് ശരിപ്പെടുത്താതെ ഞാൻ അടങ്ങത്തില്ല. കണ്ടോ സൂസേ, 2 നായല്ലേ ഉള്ളി പോയുള്ളൂ. വേറൊന്നും നീ ആടാ. ഓടോ, ഓടിക്കോ. NCC മാസ്റ്ററെ വിളിക്കണോ? സാറേ, ഹെഡ് മാസ്റ്റർ വേഗം അങ്ങോട്ട് സാറിനോട് വരാൻ പറഞ്ഞു. നോക്കടി, NCC-കാരൊക്കെ ഇതിലെന്തിനാ കയറി വരുന്ന? കണ്ടുപിടിക്കോടി. മിലിറ്ററി വന്നാ പോലും ഒന്നും സംഭവിക്കില്ല. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നമ്പർ കുറഞ്ഞിട്ടില്ല, സ്കാനർ ഓൺ ആയിട്ടില്ല, സെറോക്സിൽ കോപ്പി എടുത്തിട്ടില്ല, കൈ കൊണ്ട് എഴുതിയിരിക്കാനും സാധ്യതയില്ല. മൊബൈൽ ഫോണിൽ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിരിക്കാനാണ് സാധ്യത. ഫോട്ടോയും വീഡിയോ എടുക്കാനായിട്ട് താജ്മഹൽ അതോ കാഴ്ച ബംഗ്ലാവോ? മാഡം, അത് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ റെഡിയാക്കാൻ എത്ര സമയം വേണ്ടി വരും? ഇവർക്ക് മേക്കപ്പ് ഇടാനേ ലേറ്റ് ആവുള്ളൂ. അതൊക്കെ പെട്ടെന്ന്. അതെ, അയ്യോ, 1 മണിക്കൂറാവും. പ്ലീസ് ഗോ ഹെഡ്. സാറ് പഴയ പോലീസുകാരനൊക്കെ തന്നെയാണ്. ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാന്ന് പറഞ്ഞ് സീരിയസ് ആയിട്ട് അന്വേഷിക്കുന്ന കണ്ടാ എനിക്ക് ചിരിയാ വരുന്നത് കേട്ടോ. അതേന്നേ, ഇവിടുന്ന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തോണ്ട് പോയിട്ട് ഫിസിക്സ് മാഷിന്റെ ബുക്കിന്റെ ഇടയ്ക്ക് കയറ്റി വെക്കാൻ ഞാൻ. എന്നിട്ട് കണ്ടുപിടിക്കുന്ന പോലെ അവിടുന്ന് തന്നെ എടുത്തോന്നേ. എന്താടാ ബാക്കി? നിങ്ങൾക്ക് പേര് കിട്ടും, എനിക്കൊരു ബീർ വാങ്ങി തന്നാ മതി. ഏക് തപ്പട് മാറൂങ്ക ദോ ദാൻ തുക്കടെ ഹോ ജായെങ്കി. തുക്കടെന്ന് വെച്ചാൽ ഹിന്ദിയിൽ പക്കോട. പല്ലടിച്ച് പൊളിക്കുമെന്ന് പറഞ്ഞ പക്കി. എന്തായി? നേരെ പോയിട്ട് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഭജൻലാൽ സേട്ടിന്റെ അനിയന്റെ മകളെ വളച്ച് കറക്കി എടുത്തിട്ട് ഒരാഴ്ച ചോറും വെള്ളവും കൊടുക്കാതെ മുഴുവൻ രാത്രിയും വെച്ചിട്ട് ഞാനുണ്ടല്ലോ ഹിന്ദി പഠിക്കാൻ പോകുവാടാ ഉടുക്കുവായ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണാതെ പോയതിന് ഇയാൾ ഇങ്ങനെയൊക്കെയാണോ നിൽക്കുന്നത്? കൊലക്കേസ് വല്ലതും ആയിരുന്നു ഇവിടെ എന്തൊക്കെ കാണേണ്ടി വന്നേനെ. സാർ, എന്തിനാ ഇങ്ങനെ നീട്ടി മുടി വളർത്തുന്നേ? അല്ല സാർ, നാളെ വരുമ്പോ മുടി വെട്ടിക്കൊണ്ട് വന്നോണം. ശരി സാർ. സാറേ, ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിച്ചവനെ കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചപ്പോ മുടി വെട്ടാത്തവൻ, കുളിക്കാത്തവൻ, പല്ല് തേക്കാത്തവനെയൊക്കെ കണ്ടുപിടിക്കുന്നു. ഹായ് സത്യ. ഹായ്. എല്ലാം പഠിച്ചോ? പ്രാക്ടിക്കൽസ് അല്ലേ, അതൊക്കെ ഞാൻ എപ്പോഴേ പഠിച്ചു. സത്യ, കം ഹിയർ. മീ? എന്താണ് സാറേ, അത് വലിയ വീട്ടിലെ പെണ്ണാ കേട്ടോ. അതിനോട് വെറുതെ ഓരോന്ന് ചോദിച്ചാൽ നമ്മുടെ കഴുത്തിന് തല ഉണ്ടാവില്ല. വേണ്ട സാർ. പതിവില്ലാതെ കണ്ണടയൊക്കെ വെച്ചോണ്ടെന്താ? എന്റെ കോണ്ടാക്ട് ലെൻസ് കാണാതെ പോയി. ഓർഡർ ചെയ്തിട്ടുണ്ട്. അല്ല സർ, സ്കൂളിൽ കണ്ണട ഉപയോഗിച്ചിട്ട് വന്ന തെറ്റാണോ? ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിക്കുന്നത് തെറ്റാ. Me? Question papers? Oh, yesterday's matter? Sir, I'm a brilliant student, sir. Suicide. Say something. ഓൾറെഡി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. ആരും അറിയാതെ ഓഫീസിൽ കയറി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫോട്ടോ നീ മൊബൈലിൽ എടുത്തപ്പോ ഈ കോണ്ടാക്ട് ലെൻസ് താഴെ വീണെന്ന് അറിഞ്ഞില്ല അല്ലേ? ഇത് എന്റേതല്ല സർ. അതെ, ഇത് പോഷൻ ലംബ -0.75 ഷോർട്ട് സൈറ്റ് 15 days once യൂസ് ആൻഡ് ത്രോ കാറ്റഗറി. നീ ഇത് ഉപയോഗിച്ചോണ്ടിരിക്കുകയാണെന്ന് ജോളി ഒപ്റ്റിക്കൽസ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്നലെ 4 പേര് ഓർഡർ ചെയ്തിരിക്കുക. അതിന്റെ ഓർഡർ കോപ്പി ഉണ്ടോ? തെളിവുണ്ടല്ലോ. സോറി സർ. ഇതാണോ നീ പഠിക്കുന്ന ലക്ഷണം? ഞങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസ് ടീച്ചർ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും ഒറ്റയടിക്ക് തോൽപ്പിച്ചു കളയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരുന്നു സർ. അതുകൊണ്ട് എല്ലാ സ്റ്റുഡൻസ് ഡോണ്ട് ഗിവ് സില്ലി എക്സ്പ്ലനേഷൻസ്. നീ കാരണം പഠിക്കുന്ന സ്കൂളിൽ ചീത്ത പേരായി. HMനോട് പറഞ്ഞ അസംബ്ലിയിൽ നിനക്ക് പണിഷ്മെന്റ് തരാം. TC മേടിച്ചോണ്ട് പോകും. ഇദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് ബോധിധർമ്മം എന്ന് നേരിട്ട് പൊക്ക കൊടുക്കാം അല്ലേ? മാം, 12th സ്റ്റാൻഡേർഡ് ബി സെക്ഷൻ സത്യയുടെ ക്യുമുലേറ്റീവ് റെക്കോർഡ്സ് തരൂ. എനിക്കിട്ട് 2 തല്ല് കിട്ടിയാലും സാരമില്ലായിരുന്നു. എല്ലാവരുടെ മുമ്പിലും അസംബ്ലിയിൽ മുട്ടൂത്തി നിർത്തിയ നാണക്കേടാ.
മുട്ടൂത്തി നിർത്തോ? കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗ ഭ്രഷ്ടർ തൻ വഴിയിലുമല്ല. എടി സത്യ, നിന്നെ കുറിച്ചാ പറയുന്നെന്ന് തോന്നുന്നു. അയ്യോ 12th standard Satya, ദൈവമേ. come forward. സത്യ കം ഹിയർ. വിദ്യാർത്ഥികളെ, ഇന്ന് സത്യയുടെ ജന്മദിനമാണ്. എല്ലാരും ഒന്ന് ആശംസിക്കൂ. ഹാപ്പി ബർത്ത്ഡേ സത്യ. സാറേ ഇതൊരു പയ്യനായിരുന്നു, ഇന്ന് അവന്റെ മുട്ട് തേഞ്ഞനല്ലേ. പെണ്ണിനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കൊണ്ട് പാട്ടുപാടി അയച്ചു വിട്ടല്ലേ. ചുമ്മാ ഇരടാ പക്കി. പണിഷ്മെന്റ് കൊടുക്കാന്ന് വിചാരിച്ച റെക്കോർഡ്സ് എടുത്ത് നോക്കിയത്. അപ്പോഴാ ജന്മദിനാണെന്ന് അറിഞ്ഞത്. സ്വഭാവം കൊള്ളാം. എല്ലാ വർഷം ഫുൾ A+ആ. അങ്ങനെയാണെങ്കിൽ മോഷ്ടിച്ചത് തെറ്റല്ലേ സാറേ? മോഷ്ടിക്കുന്നത് തെറ്റാണെങ്കിൽ അതിന് പ്രേരിപ്പിക്കുന്നതും തെറ്റാ. ആ കുട്ടിയെ മുട്ടുകുത്തി നിർത്തണം, ടീച്ചറെ മുട്ടുകുത്തി നിർത്തണം. ജന്മദിനത്തിനെന്ന് വഴക്ക് പറഞ്ഞെന്ന് വെച്ചാ അസംബ്ലിയിൽ ആശംസ കൊടുത്തത്. അതൊക്കെ പോട്ടെ. എപ്പോഴാ ബോട്ട് ഓടിക്കാൻ പഠിപ്പിക്കുന്നത്? എന്നാ ഔട്ടിങ്ങിന് കൊണ്ടുവന്നേ? സാറേ, ഔട്ടിങ്ങിന് കൊണ്ടുപോകാനിട്ട് എന്താ സ്വിറ്റ്സർലാൻഡ് ആണോ? അവിടെ എവിടെ നോക്കിയാലും ഓടാത്ത 5-6 ബോട്ട്, കണ്ടീഷൻ തീർന്ന കുറെ വയസ്സന്മാര്, കടൽ മുഴുവൻ ഉപ്പ്, കരയിലാണെങ്കിൽ ഇതാ സാറേ ഞങ്ങളുടെ ഏരിയ. നോക്കി നടക്കണേ, അല്ലെ തലംകുത്തി താഴെ വീഴും. അവിടെ നോക്കിയേ, മുട്ടയടിച്ച് കോഴിക്കുഞ്ഞിനെ പോലെ ഒരുത്ത് നിൽക്കുന്ന കണ്ടില്ലേ? അവനാ ഇവിടുത്തെ വലിയ റൗഡി. ഈ കല്ല് കെട്ടിട്ട് കടലിനകത്ത് താഴ്ത്തുന്ന ടെക്നിക്ക് കണ്ടുപിടിച്ചത് ഇവൻ തന്നെയാ സാറേ. ഇതൊക്കെ ആരുടെ ധൈര്യത്തിലാ ചെയ്യുന്നത്? ബായിയുടെ ധൈര്യത്തിലാ. വലിയ ആളാ. ഈ നാടിന്റെ സോൾട്ട് കിങ് ആണ്. മുഴുവൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ പിഴിഞ്ഞ് കഷ്ടത്തിന്റെ ഇടയ്ക്ക് വെച്ചേക്കുക. പക്ഷെ ഇവന്മാരെല്ലാം കണ്ടു പേടിക്കുന്ന പോലെ ഒരുത്തനുണ്ട്, തങ്കരാജ്. ആരാ തങ്കരാജ്? അതാ സാറേ നല്ല ഗമയിൽ നമ്മുടെ സ്കൂളിൽ ബെൻസിൽ വന്നിറങ്ങത്തില്ലേ, അവളുടെ ചിറ്റപ്പനാ. ഇമ്പോർട്ട് എക്സ്പോർട്ടിങ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബിസിനസ്സാ. പക്ഷെ ആൾ ഡീസന്റും നീതി ഉള്ളവനുമാണ്. Seven o'clock. Time's up. 1 hour ആരും ഡിസ്റ്റർബ് ചെയ്യരുത്. സാർ, സെൻട്രൽ മിനിസ്റ്റർ വിളിക്കുന്നു. എന്താ രംഗരാജേ, രാവിലത്തെ വാക്കിംഗ് ഡിസ്റ്റർബ് ആയോ? ഓ ഇല്ല സാറേ, പറഞ്ഞോളൂ. കൂടംകുളത്തിനും ആലപ്പുഴയ്ക്കും ഇടയ്ക്ക് ഹാർബർ വരാനുള്ളൊരു ചെറിയ നീക്കം നടക്കുന്നുണ്ട്. 6 മാസത്തിനുള്ളിൽ ഒഫീഷ്യലായി അറിയിപ്പുണ്ടാവും. റേറ്റ് കുറഞ്ഞിരിക്കുമ്പോൾ ആ ഏരിയയിൽ ഒരു 500 ഏക്കർ ഒന്ന് ബ്ലോക്ക് ചെയ്ത് ഇട്ടേക്കണം. എല്ലാരും ഒരേ ദിശയിൽ കൂടെ നടക്കുമ്പോ ഇയാൾ എതിർ ദിശയിൽ കൂടെ നടക്കുന്നത് കണ്ടില്ലേ? സാർ, ബായ് വാക്കിങ്ങിന് വന്നിട്ടുണ്ട്. ബാ സാർ, നമുക്ക് പോകാം. രംഗരാജും ബായും ഒന്നിച്ചു വന്നാലേ പ്രശ്നം. എല്ലാവരുടെയും കപ്പലിൽ കയറി കാല് വെക്കും അല്ലേ? ബായ്, എന്താ ബായ് ഇത്? അവനെ കടലിൽ കെട്ടിത്താക്കാൻ വേണ്ടിയില്ലേ ഞങ്ങൾ വന്നത്? എന്നിട്ട് പബ്ലിക്കായിട്ട് ഇങ്ങനെ ചെയ്തല്ലോ ബായ്. ഇത് ആരെങ്കിലും പോയി പറഞ്ഞ പറയാൻ ഈ നാട്ടിൽ എവനോടാ ധൈര്യമുള്ളത്? ശരി ബായ്, നിങ്ങൾ പോയേ. എടുക്കണം, വേഗം എടുക്കേ. വേഗം വരാൻ. നിങ്ങൾ കൊണ്ടുപോയിക്കോ. പെട്ടെന്ന് ഓടിക്കേ. വേഗം വേണം. അമ്മേ, വല്ലതും കഴിച്ചോ മോനെ? ആ കഴിച്ചമ്മേ. നിന്റെ ജോലി ടൗണിലാണെന്നുള്ളത് എനിക്കറിയാം. രാത്രിയെങ്കിലും ഒന്ന് വീട്ടിൽ വന്നുകൂടെടാ? കുറച്ച് ജോലിയുണ്ടമ്മേ, ഞാൻ ഞായറാഴ്ച വരാം. നമ്മുടെ കടയും നീ ജോലി ചെയ്യുന്നതിന്റെ അടുത്തല്ലേ? നിനക്കൊന്ന് അച്ഛനെ കണ്ടാലെന്താ? ശരി അമ്മേ, നോക്കട്ടെ. അതെ, സംസാരിക്കുന്നേ. ആരാ? നമ്മുടെ മോനാ നരസിംഹൻ. നീ സംസാരിച്ചാ മതി. ഒന്ന് സംസാരിക്കുന്നേ.
എന്താ അമ്മേ, അച്ഛനാണോ? അതെ. എന്നോട് സംസാരിക്കില്ല അല്ലേ? അങ്ങനെയൊന്നുമില്ല മോനെ. കുഴപ്പമില്ലമ്മേ, ഞാൻ പിന്നെ വിളിക്കാം. എന്തെങ്കിലും ഒന്ന് അവനോട് സംസാരിച്ചൂടായിരുന്നോ? സമയം വരട്ടെ, സംസാരിക്കാം. എന്റെ മുത്തേ ഒന്നു വരുമോ? ഇതും പിടിച്ചോണ്ട് ഇവിടെ നിന്ന് പാടിയോണ്ടോ? പാടിയ സാധനം വരില്ല, കാരണം അടിച്ച് ചത്തുപോകും. എന്നാ പറ്റി സൂസേ? ഭയങ്കര വിഷമത്തിലാണല്ലോ. എന്ത് പറയാനാ, ഈ സ്കൂളിലെ ഒരു മാഷുമാര് ശരിയല്ല. നീ ഇവിടുത്തെ ഏത് മാഷിനെയാ പറയുന്നേ? നമ്മുടെ ഇവിടുത്തെ ഇംഗ്ലീഷ് ടീച്ചറെ കണ്ടിട്ടില്ലേ? അവൾ ഇവിടെ ഗ്രാമർ പറഞ്ഞു കൊടുക്കാൻ വരുന്നതാണോ അതോ ഗ്ലാമർ പറഞ്ഞു കൊടുക്കാൻ വരുന്നതാണോ എന്നൊരു സംശയം. ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞല്ല, അവൾ ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്ന കണ്ടിട്ട് പറയുന്നു. മാഷന്മാരൊക്കെയോ? ഒരർഹതയില്ലാത്ത മലയാളം മാഷ്, അറിവില്ലാത്ത കെമിസ്ട്രി മാഷ്, ബുദ്ധിയില്ലാത്ത കണക്ക് മാഷ്. അപ്പൊ ഈ പള്ളിക്കൂടം തന്നെ വേസ്റ്റ് ആണെന്നാണോ? ദേ എടോ മരമൊന്ത തലയാ, പള്ളിക്കൂടം എങ്ങനെ വേസ്റ്റ് ആവുന്നേ? മൊത്തവും 16 ഏക്കർ, അതിൽ 2 ഏക്കറാണ് ബിൽഡിംഗ്. ബാക്കിയുള്ള 16 ഏക്കറിൽ ഫ്ലാറ്റ് ഉണ്ടാക്കി വിറ്റാണ്ടല്ലോ, ഒരാൾക്ക് 6 കോടി കിട്ടും. അതും കൊണ്ട് നമ്മൾ ഇവിടെ ആൻഡമാനിലേക്ക് പോയി ഒരാൾക്ക് ഒരു ദ്വീപ് വെച്ച് വാങ്ങിച്ചോണ്ടല്ലോ, നല്ല സുഖമായിട്ട് ജീവിക്കാൻ. അല്ല സാറേ, നമ്മുടെ ഈ സ്കൂളിന്റെ നല്ല ഗുണങ്ങളെ കുറിച്ച് ഞാൻ ഇയാൾക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞങ്ങളെ ഓരോരുത്തരെ നീ നിർജീവമായി മൈക്കിൽ കൂടെ പറഞ്ഞത് ഞങ്ങൾ എപ്പോഴാണ് മൈക്ക് ഓണായത്? ഞാനത് അറിയാതെ ഓൺ ചെയ്തു പോയതാ സൂസേ. മാങ്ങാട്ടിത്തലയാ, നിനക്കുള്ള പണി ഞാൻ തരാൻ കേട്ടോടാ. എന്നെ കുടുക്കിയല്ലോടാ നീ. മര്യാദക്ക് പുറത്തു പോക്കോടാ. അല്ല സാർ, എപ്പോഴും എന്നോട് ക്ഷമിക്കുന്ന പോലെ നിങ്ങൾ ക്ഷമിച്ചാലും എല്ലാം അറിയുന്ന അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അറിഞ്ഞോ അറിയാതെയോ സാർ, നരസിംഹം എന്തൊക്കെയായി? വിശേഷിച്ചെന്തെങ്കിലും? കോസ്റ്റൽ ഏരിയ മുഴുവൻ അരിച്ചുവർക്ക് ചെക്ക് ചെയ്യാം സാർ. നമ്മൾ വിചാരിച്ച പോലെ ആയുധം കടത്തലൊന്നുമല്ല സാർ, വേറെന്തോ നടക്കുന്നുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പലരും തെറ്റ് ചെയ്യുന്നതിന് കൂട്ടി നിൽക്കുക. അടുത്ത പ്ലാൻ? ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ചില കാര്യങ്ങൾ എനിക്ക് അറിയണം സാർ. അതുകൊണ്ട് ബോബ്സ് മിഷനിൽ എനിക്ക് സഹായിയായിരുന്നു SI പ്രൊമോഷൻ കിട്ടിയ ബാസിയും ബഹദൂറിനെയും ഇവിടേക്ക് പോസ്റ്റ് ചെയ്താൽ എനിക്ക് സഹായമായിരിക്കും. ഉടനെ തന്നെ ചെയ്യാം. താങ്ക് യു സാർ. പിന്നെ കല്യാണം കഴിഞ്ഞുള്ള ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ഇല്ല സാർ, എൻ്റെ കല്യാണം സാർ കഴിഞ്ഞിട്ടില്ല സാർ. കല്യാണം കഴിഞ്ഞില്ലെന്നോ? കല്യാണത്തിന് സമ്മതം ചോദിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ കാവ്യം കൊണ്ട് വീട്ടിൽ പോയത്. ഞാൻ ജോലി കളഞ്ഞ കാരണത്താൽ എൻ്റെ അച്ഛൻ കല്യാണത്തിന് സമ്മതിച്ചതുമില്ല, എന്നോടൊപ്പം മിണ്ടുന്നുമില്ല. സോറി നരസിംഹ. ഇറ്റ്സ് ഓക്കെ സാർ. താങ്ക് യു സാർ.